ഗൈസ്, ഇന്ത്യക്കാക്ക ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഓൻക്കായിട്ട് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പോവാണ്. അപ്പോൾ ഇവർ പറയാണ് ഓൻക്ക് ഡ്രസ്സൊന്നും വേണ്ടാന്ന്. കാരണം ഓൻകോൻ്റെ ബൈക്കാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഓൻകോൻ്റെ ബൈക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മയാണേലും ഓനെ നിർബന്ധിച്ച് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ടിരിക്കുമ്പോഴാണ് ഈ സൂര്യനെ കണ്ടത്. എന്തോ ഒരു വലുതാറിയത് ഇപ്പോൾ സൂര്യനൊക്കെ കാണാൻ. ഞങ്ങളുടെ മുൻപിൽ ഒരു BM ഉണ്ടായിരുന്നു, ഒരു ബെൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ BMന്റെ നമ്പറായിട്ട് നോക്കിയത് 1 2 3 4. ഗൈസ്, ഇവിടുത്തെ ബ്ലോക്കിൽ നിന്നിട്ട് ബാങ്ക് വരെ കൊടുത്തു. ഞങ്ങളങ്ങനെ ഹൈലൈറ്റിലെത്തി. പക്ഷെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ സാൻഡ്വിച്ച് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, പക്ഷെ എൻ്റെ ഇക്കാക്കനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ വലിയൊരു ബൈറ്റ് എടുത്തതിനായിരുന്നു എൻ്റെ ഇക്കാക്ക എന്നോട് കൂടി. ഞങ്ങൾ മാളിലോട്ട് കയറിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഞാനും ഉമ്മയും റെസ്റ്റ് റൂമിൽ കയറി ഞാൻ കുറച്ച് നേരം പാട്ട് പാടിയിരുന്നു കേട്ടോ. അത് ഉമ്മയാണെങ്കിൽ റെക്കോർഡ് ചെയ്തു. പക്ഷെ എൻ്റെ പാട്ട് അത്രയ്ക്കും നല്ലതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തരുന്നില്ല. പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്ന ശോഭികയിലാണ്. അവിടുന്ന് എൻ്റെ ഇക്കാക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കാക്ക പറയുന്നത് അവനക്ക് വേണ്ട എന്ന് ഡ്രസ്സ്. ഞാൻ എൻ്റെ ഉമ്മേൻ്റെ ഇക്കാക്കിൻ്റെയും കൂടെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ പുറത്തിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാച്ചൊക്കെ നോക്കി നടന്നു. അപ്പോൾ ആട്ടെ ഇവരിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ജ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലോട്ടൊക്കെ കയറി. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നെക്ലേസും പിന്നെ ഒരു ബ്രേസ്ലെറ്റും ആയിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ ബിൽ ചെയ്തിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വേറെയും കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. ഇറ്റ് വാസ് ഗുഡ്, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതേപോലത്തെ ഒന്നും ഞാൻ ലുലുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ബില്ലാക്കി ഇറങ്ങി. പിന്നെ വരുമ്പോൾ തന്നെ ഒരു ടീ ഷോപ്പ് പോലത്തത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെറൈറ്റി ഫ്ലേവേഴ്സ് ഓഫ് ടീ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ട് ഞാനൊരു പാഷൻ ഫ്രൂട്ട് ടീ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് കാശ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു ഇതിന് കാശ് വേണ്ടേന്ന്. ആൻഡ് ദേ ടോൾഡ് മീ ദാറ്റ് നോ, ഇറ്റ്സ് ഫ്രീ. എൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ലെന്നും വിചാരിക്കേണ്ട. ഇത് വളരെ ചൂടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത് എക്സ്പ്രഷൻ. ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. എന്നിട്ട് ഞങ്ങൾ ആ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴായിരുന്നു ഓർമ്മ ഇക്കാക്കൊക്കെ ഡ്രസ്സ് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞിട്ടില്ലാന്ന്. ദെൻ ഞങ്ങൾ മുക്കത്തോട്ട് തന്നെ തിരിച്ചു വന്നു. ഇക്കാക്ക പറഞ്ഞു അവനക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്താൽ മതിയെന്ന്. നിങ്ങൾ എൻ്റെ ഇക്കാക്കയെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അവൻ ബാംഗ്ലൂരിലാണ് ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ മുക്കത്തുനിന്ന് ഒരു ഷോപ്പിൽ കയറിയിട്ട് വെള്ളം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇളനീർ കുൽക്കിയും ഇക്കാക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബൂസ്റ്റ് കുൽക്കിയും ആയിരുന്നു. എല്ലാ ഷോപ്പിലുള്ളതുപോലെ തന്നെ ഇവിടെ വളരെ സൗണ്ടും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഞങ്ങൾക്ക് വേഗം തന്നു. ഇത് കുടിച്ചു. ഇറ്റ് വാസ് സോ യമ്മി. ഉമ്മ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളായിരുന്നു പുറത്ത് പോയിട്ട് ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മ അങ്ങനെ പുറത്തു നിന്നുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉമ്മ കാറിൽ നിന്ന് ഇറങ്ങാൻ. ഗൈസ്, വേറൊരു വീഡിയോയിൽ കാണാം.